أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها وَلَهُمْ فِيهَا أَزْوَاجٌ مُطَهَّرَةٌ وَهُمْ فِيهَا خَالِدُونَ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളുണ്ട്. അവിടെ വെച്ച് അവർക്ക് കായ്കനികളിൽ നിന്ന് വല്ലതും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം ഇത് മുമ്പ് ഞങ്ങൾക്ക് ഐഹിക ജീവിതത്തിൽ നൽകപ്പെട്ടിരുന്നതു തന്നെയാണെന്നവർ പറയും. സദൃശമായ വിധത്തിലാണ് അതവർക്ക് നൽകപ്പെടുക. അവിടെ അവർക്ക് പരിശുദ്ധരായ ഇണകളും ഉണ്ടായിരിക്കും. അവരതിൽ നിത്യവാസികളുമായിരിക്കും. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. ഒരു കൊതുകിനെയോ അതിനപ്പുറമുള്ള അതിലും നിസ്സാരമായ മറ്റു വല്ലതിനെയോ ഉപമയായി എടുത്തു കാണിക്കുന്നതിന് അല്ലാഹു ലജ്ജിക്കുന്നില്ല. അപ്പോൾ വിശ്വാസികൾ അത് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കും. നിഷേധികളാകട്ടെ ഈ ഉപമ മുഖേന അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. എന്നാൽ യാഥാർത്ഥ്യമിതാണ്, ഇത് ഖുർആൻ മുഖേന അല്ലാഹു പലരെയും വഴിതെറ്റിയവരായി വിധിക്കുന്നു, പലരെയും സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നു. എന്നാൽ ആജ്ഞാലംഘകരെയല്ലാതെ മറ്റാരെയും ഇത് മുഖേന അവൻ വഴിതെറ്റിയവരായി വിധിക്കുന്നില്ല. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അല്ലാഹുമായുള്ള കരാറിന് ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുകയും ചേർക്കുവാൻ അല്ലാഹു കൽപ്പിച്ചതിനെ വേർപ്പെടുത്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരത്രേ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ എങ്ങനെ നിഷേധിക്കും? നിങ്ങൾ നിർജീവരായിരുന്നു, എന്നിട്ട് നിങ്ങളെ അവൻ ജീവനുള്ളവരാക്കി. ഇനി അവൻ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ അവനിലേക്കു തന്നെ മടക്കപ്പെടുന്നതുമാണ്. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. ഭൂമിയിലുള്ളതൊക്കെയും നിങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ചവനാണവൻ. എന്നിട്ടവൻ ആകാശങ്ങളുടെ നേരെ തിരിഞ്ഞു അവയെ 7 ആകാശങ്ങളായി ശരിപ്പെടുത്തുകയും ചെയ്തു. അവനെല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനത്രേ. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً
قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ? ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇതിനുത്തരമായി അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്.